നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുത്തിയിട്ട് ഉമ്മ വയ്ക്കുന്നോ? അതൊക്കെ വല്യമ്മയുടെ കോമഡികളല്ലേ മോളെ. ആ ആശുപത്രി പോയിട്ട് എന്തായി? ഡോക്ടർ കുത്തിവെച്ചോ മോളെ? ഡോക്ടർ കുത്തിവെച്ചില്ല. ഇവിടെ ആരും കുത്തിവെക്കാതിരുന്നാ മതി. നിങ്ങൾക്ക് ഇനിയും ചിന്താകുഴപ്പം മാറിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ. എനിക്കതിന് പ്രശ്നമൊന്നുമില്ല ഡോക്ടർ. എല്ലാം ഡോക്ടറുടെ ഇഷ്ടം. ജഗൻ തീരുമാനിച്ച അതേ നടക്കൂ. ഇതുപോലെ പലതും നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കും ഞാൻ. എങ്കിൽ തെറാപ്പി റൂമിലേക്ക് പൊയ്ക്കോളൂ. കുട്ടി ഒന്ന് ഒതുങ്ങി നിൽക്കോ? വാ മോളെ, നമുക്ക് പോവാം. വാ. വാ വന്നേ. പിടിക്ക്. പിടിക്ക്. വന്ദനെ, ഡോക്ടറുടെ മുമ്പിലുള്ള നിന്റെ അഹങ്കാരമൊക്കെ ഈ ജഗൻ പൊളിച്ചടുക്കിയില്ലേ? എന്റെ കുഞ്ഞിന്റെ കാര്യമായി പോയി. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആശ്രയിക്കാൻ നിൽക്കില്ലായിരുന്നു. മോളെ, കാലിലെ ഫ്രാക്ചർ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഫിസിയോതെറാപ്പിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓ, പുതിയൊരു കണ്ടുപിടുത്തം. ഇതൊക്കെ ഡോക്ടർ വഴി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. എന്നിട്ട് സ്വന്തം കണ്ടുപിടുത്തം പോലെ വിളിച്ചു പറയാം. തൊലിക്കട്ടിയുള്ളവർക്ക് എന്തോ ആവാലോ. വന്ദനമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? മോളെ, മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകളുണ്ടെന്നറിയോ? അറിയില്ല അങ്കിൾ. അതെ, 4444 ഞരമ്പുകളാണുള്ളത്. ഈ പറഞ്ഞ ആൾക്ക് 2 ഞരമ്പ് കൂടുതലാ. ഞാൻ ഈ പറഞ്ഞതായി ഞരമ്പിന്റെ കണക്ക് ഡോക്ടർ പറഞ്ഞു കേട്ടോ? ഇല്ലല്ലോ. ഡോക്ടർ ആന്റി ഞരമ്പിന്റെ കണക്കൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ. അപ്പോ ഈ കണക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് മാത്രമേ അറിയൂ. ആക്സിഡന്റിൽ കുട്ടിയിലെ കാലിന്റെ ഞരമ്പുകൾക്ക് അയവ് സംഭവിച്ചിട്ടുണ്ട്. കുട്ടിയായതുകൊണ്ട് അമർത്തി തടവാനും പാടില്ല. മൃദുലമായി തടവണം. ഇതുപോലെ. മുകളിൽ നിന്നും താഴേക്ക് വേണം മസാജ് ചെയ്യാൻ. ഒരിക്കലും താഴെ നിന്നും മുകളിലേക്ക് മസാജ് ചെയ്യരുത്. മനസ്സിലായോ? ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? തെറാപ്പിസ്റ്റിനെ എന്നും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോ കൂട്ടിരിപ്പുകാർ തന്നെ മസാജ് ചെയ്യേണ്ടി വരും. എല്ലാം അറിയാവുന്ന പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമില്ല. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് വേണം. പതുക്കെ 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 മെല്ലെ. വേദനയുണ്ടോ? ഇതുപോലെ 100 പ്രാവശ്യമെങ്കിലും ചെയ്യണം. 100 പ്രാവശ്യോ? 100 പ്രാവശ്യം. എന്താ കേട്ടിട്ടില്ലേ?
വേദനയുണ്ടോ മോളെ? ചെറുതായിട്ട്. സാരില്ല കേട്ടോ, അങ്കിള് മാറ്റിത്തരാം. ആ ചിരിക്കാനുള്ളതല്ല, പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ചെയ്യാം. പുരുഷന്മാരെ കാണുമ്പോ ഞരമ്പ് വല്ലാതെ ടെമ്പറായി വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന ചില ഇനം സ്ത്രീകളുണ്ട്. ആ, അവരിത് പ്രാക്ടീസ് ചെയ്താ മനസ്സ് നോർമലായി മര്യാദ പഠിച്ചോളും. മതി, പഠിപ്പിച്ചതൊക്കെ ധാരാളം മതി. നമുക്ക് പോവാം മോളെ. വാ മോളെ. അല്ലേ, മോളെ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അങ്കിൾ മോളെ ഇത് പഠിപ്പിക്കാം. അതൊക്കെ ചെയ്താ എന്റെ ദേഹക്കുട്ടിയുടെ കാലിന്റെ കംപ്ലൈന്റ് പൂർണ്ണമായിട്ട് മാറും. മറ്റുള്ള കുട്ടികളെ പോലെ ഓടാനും ചാടാനും തുള്ളിക്കളിക്കാനും ആവുന്ന അവസ്ഥയിലെത്തും. എത്തിച്ചിരിക്കും. ഇത് ഈ അങ്കിളിന്റെ വാക്കാ. താങ്ക് യു അങ്കിൾ. എല്ലാം ശരിയാവും. ആ, ശരിയാവാതെ എവിടെ പോവാനാ? ആ, പറ്റുമ്പോഴൊക്കെ അങ്കിൾ വീട്ടിൽ വന്ന് ഫിസിയോതെറാപ്പി ചെയ്തു തരാം. ബൈ. നമുക്ക് പോവാം. വാ. പോവാം. ഞാൻ ഇറങ്ങും അമ്മേ. ആ സുചിത്ര, ഊണൊക്കെ അടിപൊളിയായിരുന്നു. ഇനി വീട്ടിലെത്തുന്നവരെ എനിക്ക് വിശക്കത്തില്ല. ഞാൻ കൂടെ കൂടെ വരാൻ കേട്ടോ. ശരി. എന്നാലും ഓട്ടോ കൂലി തരാത്തത് മോശമായിപ്പോയി. നടപ്പേ ശരണം. എത്രേ? 100. ഹലോ ദിയ മോളെ, ചക്കരേ. കൊഞ്ഞണം കുത്തിയിട്ട് ഇപ്പൊ ഉമ്മ വയ്ക്കുന്നോ? അതൊക്കെ വല്യമ്മയുടെ കോമഡികളല്ലേ മോളെ. ആ, ആശുപത്രി പോയിട്ട് എന്തായി? ഡോക്ടർ കുത്തിവെച്ചോ മോളെ? ഡോക്ടർ കുത്തിവെച്ചില്ല. ഇവിടെ ആരും കുത്തിവെക്കാതിരുന്നാ മതി. ഞാനും വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.